ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ 1-ാം പതിപ്പിനെതിരെ ഉയർന്ന അഴിമതി പരാതികളിൽ അന്വേഷണവുമായി ടൂറിസം വകുപ്പ്. ടിക്കറ്റ് വിൽപ്പനയിലും ടെൻഡർ നടപടികളിലും അഴിമതി നടന്നു എന്നാണ് ആരോപണം. ടൂറിസം അഡീഷണൽ സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. CH കുഞ്ഞമ്പു MLA ആയിരുന്നു സംഘാടക സമിതി ചെയർമാൻ. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പറയുന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റ് അതിൻ്റെ സംഘാടക സമിതി അല്ലെങ്കിൽ ആ സംഘാടനം നടത്തിയതിൽ അഴിമതി ഉണ്ടെന്നൊരു ആരോപണം വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ആരോപണം? ഏത് രീതിയിലായിരിക്കും അന്വേഷണം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. ഈ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ 2-ാം പതിപ്പ് ഇക്കഴിഞ്ഞ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നടന്നത്. ഇതിന്റെ 1-ാം പതിപ്പിനെതിരെയാണ് ഇത്തരത്തിലൊരു അഴിമതി ആരോപണവും അതിലിപ്പോൾ അന്വേഷണവും നടക്കുന്നത്. 2022 ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ അവസാന വാരത്തിലാണ് ബീച്ച് ഫെസ്റ്റിവലിന്റെ 1-ാം പതിപ്പ് സംഘടിപ്പിച്ചത്. അത് വലിയ വിജയമായിരുന്നു എന്നതാണ് സംഘാടക സമിതി തന്നെ വിലയിരുത്തിയത്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ ചില അഴിമതി പരാതികളും ഉയർന്നിരുന്നു. പ്രധാനമായും ഇതിന്റെ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ്. ടിക്കറ്റ് വിൽപ്പന സംഘാടകർ ആദ്യം അവകാശപ്പെട്ടതിൽ നിന്നും കണക്ക് അവതരിപ്പിച്ചപ്പോൾ കുറച്ചു കാണിച്ചു എന്ന രീതിയിലാണ് അത്തരത്തിൽ പരാതി ഉയർന്നത്. അതോടൊപ്പം തന്നെ ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ സ്റ്റാളുകളും അതോടൊപ്പം തന്നെ വിനോദ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ടെൻഡർ നൽകിയതിൽ കൃത്യമായിട്ടുള്ള രേഖകളില്ല, അതിൽ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട് എന്ന പരാതിയും ഉയർന്നിരുന്നു. 2022 നടന്ന ഈ പരിപാടി ഇപ്പോഴും അതിന്റെ GST അടച്ചിട്ടില്ല ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഉയർന്നിരുന്നു. അതിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇതിൽ ഇപ്പോൾ ടൂറിസം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ടൂറിസം സെക്രട്ടറി നൽകിയ നിർദ്ദേശപ്രകാരമാണ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അവർ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ബേക്കലിലെത്തിയിരുന്നു. BRDC, DTPC, തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആണ് ഇതിന്റെ സംഘാടകർ. CH കുഞ്ഞമ്പു MLA ആയിരുന്നു സംഘാടക സമിതി ചെയർമാൻ. കഴിഞ്ഞ ദിവസം BRDCയുടെ ഓഫീസിലെത്തി ഈ പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന സംഘാടകരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം ടൂറിസം സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു.